ഞാൻ കാണിച്ചിട്ടില്ല, എനിക്കൊന്നും വേണം. എത്ര ദിവസമായി അറിയാം വ്ളോഗ് ഇട്ടിട്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇത്ര ദിവസം പണിയെടുത്തതിൻ്റെ പൈസ ഇന്ന് ഞാൻ മേടിക്കാൻ പോകാം കേട്ടോ. ഇങ്ങോട്ട് അവരെ വീട്ടിലേക്കല്ല, ടൗണിൽ പോകണം. നിലമംഗലത്തിൻ്റെ കായ് വിൽക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാനും പിന്നെ മേലത്തൊരു ചേച്ചിയും കൂടി പോവുകയാണ്. അത് കൊടുത്തിട്ട് വേണം, പണിക്കൂലി മേടിച്ചിട്ട് വേണം റീചാർജ് ചെയ്തിട്ട് വ്ളോഗ് എല്ലാം അപ്ലോഡ് ആക്കണം. ഈ 4-5 വ്ളോഗ് ഉണ്ട് അപ്ലോഡ് ആക്കാൻ കിടക്കണം. അവളോട് മാറ്റി അകത്ത് കൊണ്ടേക്കിട് കരച്ചോട് ഞാനുണ്ട് മാമക്കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ 10 മണിക്ക് ഇവിടെ നിൽക്കാൻ തുടങ്ങിയ. അവിടെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നാക്കി എന്തൊരു പാടാച്ചിട്ടാ. അതിന്റെ ഞാൻ പറിച്ചിട്ടില്ലേ, അതിന്റെ കൊള്ളി കൊമ്പൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞങ്ങൾ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇത് എവിടെ കൊടുക്കുന്ന ക്ലിയർ ആയിട്ട് അറിയില്ല. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇനി മേലോട്ട് പോകണമായിരിക്കും. ഈ പേയിലേക്ക് റീചാർജ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ വണ്ടിയിൽ സൗണ്ട് കൊണ്ട് കേക്ക് ഉണ്ടാവുന്നതെന്ന് അറിയില്ല. സാധനം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എത്ര കിട്ടിയ 1500 പിന്നെ തരാമെന്ന് പറഞ്ഞു. എൻ്റെ 1000 പിന്നെ ഏട്ടൻ്റെ 1000 അല്ല 500 ഉണ്ട്. പിന്നെ വേറെ 500 പിന്നെ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് റീചാർജ് ചെയ്യാൻ ഞാൻ നോക്കി. റീചാർജ് ചെയ്യാനല്ല, ഏട്ടൻ്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 600 അയച്ചു കൊടുത്തിട്ട് അങ്ങനെ കയറ്റാകും. അവൻ്റെ മൊബൈലിലാണ് ആ ജിയോൻ്റെ ആപ്പ് ഉള്ളതും ആ ജിയോൻ്റെ അക്കൗണ്ട് ഉള്ളതും വൈഫൈൻ്റെ. അപ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കാൻ നോക്കി, ഇവിടെ എവിടെയും കിട്ടില്ല. ജിപേ ഇല്ലാന്ന് പറയണമല്ല കടയിൽ. ഇപ്പോൾ കൽപ്പറ്റ സ്റ്റാൻഡ് തന്നെ, ഇവിടെ നിന്ന് ബസ് എടുത്തില്ല. എന്താ അറിയില്ല, ഇപ്പോൾ എടുക്കായിരിക്കും ബസ്. ഉറങ്ങും തോന്നിയില്ല, എന്താ അറിയില്ല, ചൂടല്ലേ. മാങ്ങ അറിയാമല്ലേ? ആ കുറച്ചതിൻ്റെ ഞാൻ പോട്ടെ. മാതിരി ചൂടാ ചൂട്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് നേരെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ തുടങ്ങാം കേട്ടോ. എന്ത് കാര്യം തുടങ്ങാനൊരു കാര്യവുമില്ല. 2 പൊറാട്ട. ഇപ്പോൾ ഞാൻ പൊറാട്ടന് വീട്ടിൽ മസാലയാക്കിയ സാധനം 2 മേടിച്ചു തന്നിട്ടുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കുളിക്കാം. നമുക്ക് 1500 തന്ന് 500 പിന്നെ തരാൻ പറഞ്ഞ അപ്പടീൻ്റെ എന്നാ കടി. ഞാൻ കാണിച്ചിട്ടില്ല, എനിക്കൊന്നും വേണം. പിന്നെ ഇപ്പോഴത്തേക്ക് തരാൻ, അല്ലെങ്കിൽ നാളെ മറ്റേതും കൂടി കൊടുത്തിട്ട് തരാമെന്ന് അപ്പടേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റീചാർജ് ചെയ്യണ്ടേ വൈഫൈയില്ലേ. എനിക്ക് 1000 തന്നെ, അപ്പോൾ ചേട്ടിക്ക് 500 പിന്നെ തരാമെന്ന് പറഞ്ഞ്. എടുക്കൊരു കടി എടുക്കും, ഞാൻ തന്നില്ല. കൂടുതൽ മസാല നല്ല ചിക്കനൊക്കെ ഉണ്ട് തോന്നുന്നു. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. വൈഫൈൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോൾ വേറെ കേരള വേർഷൻ്റെ കാര്യം നോക്കണമെന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, റീചാർജ് ചെയ്യണം. അപ്പോൾ ചേട്ടാ അവിടെ കടന്നുറങ്ങുക. അപ്പം വിളിച്ച് ചോദിക്കുക എന്ത് ചെയ്യേണ്ടതെന്ന്. 2-3 പടക്കം കൊണ്ടുവന്നിക്കണം. നീ എത്ര പടക്കം കൊണ്ടുവന്നേ? 4? 2 എൻ്റെ കയ്യിലുണ്ട്, 2 അച്ചുൻ്റെ കയ്യിലുണ്ട്. നടുക്കളയിൽ ലാമ്പ് എടുത്തുണ്ടോ പൊട്ടിക്കാം. എനിക്ക് ചുളിങ്ങാൻ നിൽക്കല്ലേ. സബ്സ്ക്രൈബ് എന്ന് പറയാം. ഒന്നുകൂടി പറയാം, സബ്സ്ക്രൈബ്. കുറച്ച് ഒച്ചത് പറയാം, ഇങ്ങോട്ട് നോക്കി പറയാം സബ്സ്ക്രൈബ്. പൊട്ടിക്ക് നല്ലോണം കത്തിക്ക്. അത് നനഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ട് പൊട്ടി എങ്ങനെയാ പൊട്ടത്? ആ കത്തിണ്ടോ? ഫസ്റ്റ് കത്തിച്ച പടക്കം നല്ലോണം പൊട്ടി. 2ാമത് കത്തിച്ച് ചീറ്റിപ്പോയി. നാശമായി പടക്കം കൊണ്ടുവന്നിട്ട് കൊരകിനെ ഓട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പടക്കാം മെല്ലെ പൊക്കി ടച്ചു. നീ എന്നെ പൊക്കി കൊണ്ടുവന്നേ. ഇത് തന്നെ പോയി റീചാർജ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇന്ന് രാത്രി 2:30 2:30 അപ്ലോഡ് ചെയ്യാം. അമ്മ കുട എടുക്കുന്ന പോയിട്ട് വരാം. അക്ഷയ്ക്ക് ഇന്ന് ഏതാ ദിവസം? ഇന്ന് ലീവാവോ? അയച്ച പൈസ അമ്മയ്ക്ക് കൊടുക്കാൻ. അമ്മ അടുത്ത ആഴ്ച പൈസ തരാന്ന്. അമ്മ എത്ര ദിവസമായി അറിയാം വ്ളോഗ് ഇട്ടിട്ട്. എടുക്കുന്ന മാത്രമേ ഉണ്ട്, അപ്ലോഡ് ആക്കണില്ല. സമയം 7:35 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞാനുണ്ട്, അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, അപ്പുചേട്ടയുണ്ട്. കിങ്ങിണി കല്യാണ വീട്ടിൽ പോയിക്കാം. നാളെ കല്യാണമാണ്. നാളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ പോകണം, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ നാളെ കല്യാണമാണ്. അപ്പോൾ തലേ ദിവസം കിങ്ങിണി ആരൊക്കെ പോയിട്ടുണ്ട്.
അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ബോറടിക്കെന്ന് പറഞ്ഞാൽ കയ്യും കണക്കുമില്ല, അമ്മാതിരി ബോറടി. മാങ്ങണ്ട നോക്കാൻ പോയതാ, മാങ്ങന്ന് കൊതിയാവണ് ചെറുതായിട്ട്. ബോറടിക്കുമ്പോൾ എന്തൊക്കെ തോന്നണം. കുടിച്ച് കഴിഞ്ഞുണ്ട്, ചോറ് കഴിച്ച് കഴിഞ്ഞുണ്ട്. കഴിഞ്ഞിട്ട് മാങ്ങ ഉണ്ടാവും നോക്കാൻ വേണ്ടി പോയത്, അവിടെ മാങ്ങ ഇല്ല. ഇപ്പോൾ കടന്നുറങ്ങിയിട്ട് എപ്പോൾ എണീക്കുന്നോ അപ്പോൾ വ്ളോഗ് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കും കേട്ടോ. എപ്പോൾ എണീക്കാന്ന് അറിയില്ല, ചിലപ്പോൾ ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞ് എണീക്കായിരിക്കും, ചിലപ്പോൾ നാളെ എണീക്കായിരിക്കും. എപ്പോൾ എണീക്കുന്നോ അപ്പോൾ വ്ളോഗ് നമുക്ക് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത എല്ലാ വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.